ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 3 ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സത്യഗ്രഹ സമരം തുടങ്ങിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനത്തിന് ഇടയിലാണ് നിരാഹാര സമരം. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആശാപ്രവർത്തകരെ പറ്റിക്കാനെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി രാഹുൽ ജി നാഥ് ചേരുകയാണ്. രാഹുൽ, ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള സമരത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിശക്തമായി സമരം മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അവരുടെ വാക്കുകൾ ഓരോന്നും ഉറച്ചതാണ്, അവരുടെ തീരുമാനം ഉറച്ചതാണ്. നിരാഹാര സമരം കൂടി ആരംഭിച്ചിരിക്കുന്നു. ആശമാർ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അതിനിടയിൽ ആരോഗ്യമന്ത്രിയുടെ പുതിയ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതിനോടുള്ള ആശമാരുടെ പ്രതികരണം എന്താണ്? ശക്തമായി മുന്നോട്ട് പോവുകയാണ്. സമരം നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 പേർ ഈ സമരപ്പന്തലിന് മുന്നിൽ നിരാഹാര സമരവുമായി തുടരുകയാണ്. ആ ഘട്ടത്തിൽ പല മേഖലയിൽ നിന്നെത്തുന്നവർ അവർക്ക് ആദരവ് അറിയിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു. രമേശ് ചെന്നിത്തല വന്ന് സംസാരിച്ചു പോയി. ചാണ്ടി ഉമ്മൻ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള എത്തുന്നു. ഇപ്പോഴും അവർക്ക് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ജനപിന്തുണ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും സർക്കാർ അനുഭാവപൂർണ്ണമായ നിലപാടിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഇവരോട് സംസാരിക്കുമ്പോൾ വീണ ജോർജ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് പോയി. അത് സമരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ആണെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവർ സംസാരിച്ചതും ഈ സമരം 3ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള സമയം പോലും എടുക്കാതെയാണ് വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയതെന്ന് അറിഞ്ഞപ്പോൾ അത് തീർത്തും നിരാശാജനകമായാണ് ഇവർ പറഞ്ഞത്. വലിയ വിമർശനമാണ് ആ ഘട്ടത്തിലൊക്കെ ഉന്നയിച്ചത്. ആ പ്രതികരണത്തോട് ഇവർ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. എന്തായാലും നിരാഹാര സമരം ഇപ്പോൾ ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ബിന്ദു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇനി മുന്നോട്ട്? എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട്? ഇത് തന്നെയുള്ളൂ മുന്നോട്ട്. അതിനപ്പുറത്ത് നമ്മളെ 39 ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്തില്ല. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സമരങ്ങളുണ്ടായിരുന്നു. അതിനൊരു ഉയർന്ന ഘട്ടം എന്നുള്ള നിലയിലാണ് നിരാഹാരം. അനിശ്ചിതകാലമാണ്. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയതിൻ്റെ ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ സമയം പോലും ചോദിക്കാതെ പോയെന്ന് അറിയുന്നു. ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. കാരണം ഇവിടെ തീരുമാനിക്കേണ്ട കാര്യത്തിന് ഡൽഹി പോയിട്ട് കാര്യമില്ലല്ലോ. ഓണറേറിയം തീരുമാനിക്കേണ്ടുന്നതും വർദ്ധിപ്പിക്കേണ്ടുന്നതും സംസ്ഥാന സർക്കാരാണ്. അത് ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യത്തിന് ഡൽഹി പോയിട്ട് എന്തോ കാര്യം. പിന്നെ ഇൻസെൻറ്റീവ് കൂട്ടി വാങ്ങിക്കാനാണ് കൊള്ളാം. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നിലപാട് വ്യക്തമാക്കുകയാണ്. അതായത് ഓണറേറിയം നൽകുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യത്തിന് എന്തിനും ഡൽഹിയിൽ പോകുന്നു എന്ന ചോദ്യം ചോദിച്ചിരുന്നു. എന്തായാലും ഈ സമൂഹത്തിൻ്റെ പല മേഖലയിൽ നിന്നുള്ളവർ ഇവർക്ക് പിന്തുണയുമായി എത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മുടെ ഈ എറണാകുളത്ത് നിന്ന് ഇവരോടൊപ്പം നിരാഹാരം അനുഷ്ഠിക്കുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകരുണ്ട്. എറണാകുളത്ത് നിന്ന് വരികയാണ് അല്ലേ? ഇവരോട് നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. അതെ, നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. എന്തുമാത്രം പ്രതീക്ഷയുണ്ട് ഈ സമരത്തിൽ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനം സപ്പോർട്ടുണ്ടല്ലോ. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് മുഴുവൻ സ്ത്രീകളും, ഇന്ന് എവിടെ ചെന്നാലും, നമ്മൾ ഒരു പാർട്ടിക്ക് ചെന്നാൽ, എന്തിന് ചെന്നാൽ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളോട് വളരെയധികം ആദരവ് അല്ലെങ്കിൽ നന്ദി അറിയിക്കുകയാണ്. ഒരു ജനങ്ങളിൽ ഇത് എത്തിച്ചു. ആശാവർക്കർമാർ എന്താണെന്ന് പോലും ചിലർക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെ ജോലി എന്താണെന്നും അറിയത്തില്ല. അപ്പം ആം ആദ്മിയുടെ പിന്തുണ തീർച്ചയായിട്ടും കൂടെയുണ്ട്. പക്ഷേ അത് തന്നെയാണ്. അപ്പോൾ ശക്തമായ നിലപാടുമായി 1ാം ദിവസം എന്താണോ ഉന്നയിച്ചത്, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് അറിയിക്കുമ്പോൾ 3 ഇരട്ടി വർധനയ്ക്ക് കഴിയില്ല എന്ന് മന്ത്രി അറിയിക്കുന്നു. അപ്പോൾ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നു. അതിനൊന്നും ഒരു മറുപടിയും നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ ലഭിക്കുന്നില്ല. മറിച്ച് സമരം അവസാനിപ്പിക്കണം എന്നുള്ള വാക്ക് മാത്രമാണ്, ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത് പറഞ്ഞു. എന്തായാലും സമരം രാഹുൽ ജി നാഥാണ് സമരം നടക്കുന്ന ഇടത്ത് നിന്ന് സമരക്കാർക്ക് ഒപ്പം നിന്നവരുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും വലിയ ആത്മവിശ്വാസമൊന്നുമില്ല മന്ത്രി ഡൽഹിയിലേക്ക് പോയതിലെന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയാണ്. ഇന്നലെ വലിയ തോതിൽ അനുഭാവപൂർവ്വമായി സമരക്കാരോട് ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടുവെങ്കിലും ആ തരത്തിൽ സമരക്കാരോട് സംസാരിച്ച ആരോഗ്യമന്ത്രി ഇന്നൊരു പക്ഷേ മാധ്യമങ്ങളോട് രാഷ്ട്രീയമാണ് ഈ സമരത്തിന് പിന്നിലെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാൻ ഇടയായി. എന്താണ് സർക്കാരിന് യഥാർത്ഥത്തിൽ ഈ സമരക്കാരോടുള്ള സർക്കാർ നിലപാടെന്നുൾപ്പെടെയുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 24 ചർച്ച ചെയ്യുന്നത്. റജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, സതി എസ് സമരസമിതി അംഗമാണ്, സമരം ചെയ്യുന്ന ആളാണ്. രണ്ടുപേരുമാണ് നമുക്കിപ്പോൾ ഇന്ന് അതിഥിയായി ഒപ്പമുള്ളത്. ആദ്യം സതിയിലേക്കാണ്. സതി, ഇന്നലെ നടത്തിയ ചർച്ച 2 തലത്തിലാണ് ഇന്നലെ സർക്കാരിൽ ചർച്ച നടന്നത്. ആ 2 ചർച്ചയും പരാജയപ്പെട്ടെങ്കിലും
നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ പറഞ്ഞിരുന്നു അനുഭവപൂർവ്വമാണ് മന്ത്രി സംസാരിച്ചതെന്ന്. മന്ത്രിയും സംസാരിച്ചപ്പോൾ മന്ത്രിയും പറ്റുന്ന പോലെ അനുഭവപൂർവ്വം സംസാരിച്ചു, മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പോലും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്ന് മന്ത്രി ഉറച്ചു പറയുന്നു. അതാണ് എന്ന് ആ നിലപാടിൽ തന്നെ മന്ത്രി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയിൽ സർക്കാരിലുള്ള പ്രതീക്ഷ എന്താണ്? നമസ്കാരം മാഡം. ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രിയിലും സർക്കാരിനും ഇനി വലിയ പ്രതീക്ഷയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയവും ഇല്ല മാഡം അവിടെ. മാഡത്തിനും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ചാനൽ മാധ്യമകാരുടെ സുഹൃത്തുക്കളാണ് നമ്മൾ ഇത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോയത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും കാണാമെന്നുള്ള, ആര് വന്നിരുന്നാലും കാണും. ഒരു കൊടി പോലും അവിടെ ഇല്ല, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടിയില്ല. ഞങ്ങൾ 3 രാഷ്ട്രീയക്കാരും അടങ്ങുന്നതാണ് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനിലെ ആൾക്കാർ. അപ്പോൾ അതിൽ നമുക്ക് യാതൊരുവിധ കൊടികളും ഇല്ല. അത് കാണാവുന്ന മന്ത്രി അത് വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കാനായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ തന്നെ വഴക്കുണ്ടാക്കാനോ അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ ഒത്തൊരുമയോട് നിൽക്കുന്ന ഒരിതാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വേറൊരു രാഷ്ട്രീയം നമ്മളിതിലില്ല. അത് മന്ത്രിക്കൊക്കെ തോന്നുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അവർ നമ്മൾ അംഗീകരിക്കാത്തത് അതുകൊണ്ടായിരിക്കാം. അവർ കാരണം അവരെന്തോ എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരല്ലേ സമരം ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ടല്ലോ, അവരുടെ സമരത്തിന് അവർ പിന്തുണ കൊടുക്കാറുണ്ടല്ലോ. അവർ ചെയ്തിരുന്നാലും സമരം അത് വിജയിച്ചു പോകുന്നു. എന്തുകൊണ്ട്? പക്ഷേ ഇത് നമ്മൾ സാധാരണക്കാരായ ആശാ വർക്കർമാരായതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മളെ കൂടെയുള്ള നേതാക്കളും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ചർച്ചയ്ക്ക് പോയിട്ട് നമുക്കതിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിലും മാറ്റം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ ഒരുപാടേറെ വിഷമങ്ങളുണ്ടായിരുന്നു ഒത്തിരി പേർക്ക്. മാഡവും എല്ലാവരും കണ്ടതാണ് ഒത്തിരി പേര് കരയുന്നത്. പക്ഷേ ഇനി നമുക്ക് കരയാനായിട്ടുള്ള ഒരിതില്ല. കാരണം ഇത്രയേറെ സഹിച്ച് നമ്മളിന്ന് 39ാമത്തെ ദിവസമാണ്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ 2 പേരും ഞങ്ങളുടെ മാഡവും കൂടെ ആയിട്ട് അവിടെ നിരാഹാരം കിടക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും നമ്മളോട് ഒരു അലിവ് തോന്നാത്തവർ ഇനി എവിടെയാണ് അലിവ് കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവണമായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്നൊരു അതുവഴി പല കാര്യങ്ങൾക്കും പോയ മന്ത്രിക്ക് ഒന്ന് ഇറങ്ങാമായിരുന്നു. നമ്മളോടൊരു ആശ്വാസ വാക്ക് പറഞ്ഞു. മന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ആശാ വർക്കർമാരെ ചേർത്ത് പിടിക്കുവാണ്. എവിടെയാണ് ചേർത്ത് പിടിക്കുന്നത്? നമ്മുടെ ആരെങ്കിലും ഒരാളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നമ്മളെ ഉപരോധത്തിന്റെ ശ്രീമതി സതി പറഞ്ഞത്. ഇന്ന് മന്ത്രി പറയുന്നത് 26,000-ൽ പരം ആശാ പ്രവർത്തകർ കേരളത്തിലുണ്ട്. ഇതിൽ 400 പേര് മാത്രമാണ് സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ SUCIയുടെ ഒക്കെ പരസ്യ പിന്തുണ ഈ സമരത്തിന് പിന്നിലുണ്ട്. അതാണ് ഇതിന്റെ രാഷ്ട്രീയമെന്നൊക്കെ മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപാകെയാണ് പറഞ്ഞത്. മറ്റെവിടെയും അല്ല, മാധ്യമങ്ങൾക്ക് മുൻപാകെ എന്ന് പറഞ്ഞ രീതിയാണ്. ഇതൊക്കെ നിങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് മന്ത്രി ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതെന്നാണോ? മാഡം, അങ്ങനത്തെ ഒരു ഇതില്ല. നമുക്കൊരു സംഘടന, നമ്മളെ ഒരാൾ പിന്തുണച്ച് നമുക്ക് ആശാ വർക്കേഴ്സിന് ഒരു സംഘടനയായിട്ടില്ലായിരുന്നപ്പോൾ നമ്മളെ സംഘടനയുടെ സപ്പോർട്ട് ചെയ്ത് വന്നവരാണ് അവർ. അപ്പം ഞങ്ങൾ അതിലൂടെ എല്ലാ പേരും ഒത്തൊരുമിച്ച് പോയി. കാരണം നമുക്കല്ലാതെ ഒരു ഇതിൽ നമുക്കൊരു കോൺഗ്രസ് എന്നോ BJP എന്നോ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. അപ്പം നമ്മൾ പ്രതിതുണച്ച് വന്നവരോട് നമ്മൾ ചേർന്നു. നമ്മളങ്ങനെ അല്ലാതെ ഇതിൽ രാഷ്ട്രീയമല്ല കാണിക്കുന്നവർ. SUC എന്നുള്ള ഒരു ഇതല്ല. നമ്മൾ ആശാമാർ ഒറ്റക്കെട്ട് കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ എന്നൊരു സംഘടനയാണ്. അതിൻ്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മളെ ഇതിൽ തെറ്റിദ്ധരിക്കാനായിരിക്കും പല കാര്യങ്ങളും പറയുന്നത്. പക്ഷേ ഞങ്ങൾ അതിലൊന്നും വീഴുന്ന ആളല്ല. ഞങ്ങൾ ആശമാർ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് ആശമാർക്ക് പല ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഉൾപ്പെടെയുള്ള ആശമാർക്ക്, അതാണ് എൻ്റെ സൗണ്ടും നേരെ അല്ലാത്തത്. അങ്ങനെ പല മഴയത്ത് വെയിലത്ത് നമ്മൾ നിന്ന് അവിടെ നിൽക്കുന്ന 4ാമത്തെ മഴ തന്നെ കണ്ടതാണല്ലോ. ആ മഴ തുടങ്ങിയതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. എനിക്കൊരു അത്യാവശ്യം എൻ്റെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് പകുതി ബേക്കറി എത്തുന്നുമ്പേ ഭയങ്കര മഴയായി. ആ മഴ എത്രയും നനഞ്ഞ ആളാണ് ഞാൻ. അതുപോലെ എൻ്റെ സഹോദരിമാർ അവിടെ നിന്ന് മഴ പെയ്ത് നനഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. നമ്മൾ എത്രയൊക്കെ സഹിച്ചിട്ടും നമ്മളെ ഈ കഷ്ടപ്പാടും എല്ലാം ആയിട്ട് പോലും നമ്മളെ അംഗീകരിക്കാനായിട്ട് തയ്യാറാണ്. അതെന്താണെന്നാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത. എന്തുകൊണ്ട് മന്ത്രി ഞങ്ങളെ അംഗീകരിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങളടുത്ത് വന്നിട്ട് ഒരു സമാധാനപരമായൊരു വാക്ക് പറയാമായിരുന്നു മന്ത്രിക്ക്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ആശമാരല്ല ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് ചേർത്ത് പിടിക്കലല്ല, നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്നതല്ല. അല്ല, ഇന്ന് തന്നെ മന്ത്രി പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല. ഞങ്ങൾ ആശമാർക്ക് വേണ്ടി പറയാനായിട്ടാണ് പോയതെന്നുള്ള ഒരു വിശ്വാസമില്ല. മുഖ്യൻ പോയല്ലോ, എന്നിട്ട് ഞങ്ങളുടെ കാര്യം എന്തെങ്കിലും ചർച്ച ചെയ്തായിരുന്നോ? ഞങ്ങളുടെ ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അവർ പറയുന്നുണ്ട് കേന്ദ്രം, നമ്മളിപ്പോൾ കേരള സർക്കാരിന് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഭരണകൂടത്തോടല്ലേ നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ അംഗീകരിച്ച് തരാനായിട്ട് എന്താണ്? കാരണം അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് മാഡം, അത്രയ്ക്ക് ഒരുപാട് ഈ വെയിലത്തും മഴയത്തും ഒക്കെ ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ആർക്കും അറിയാനിട്ടല്ല, തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ശ്രീ റജി ലക്കോസ്, എന്തിനാണ് ഇവരെ ഈ മഴയത്തും വെയിലത്തും നിർത്തുന്നത് എന്നുള്ളതാണ്. മഴയും വെയിലുമുള്ള സമയത്ത്, മഹാമാരി ഉള്ള സമയത്ത് നമുക്കൊക്കെയും സഹായമായവരാണ്, ആശ്രയമായവരാണ്, സ്വന്തം കുടുംബം പോലെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെയും നോക്കിയിട്ടുള്ളവരാണ് ഈ ആശാപ്രവർത്തകർ. അവരോട് ഇപ്പോഴും അവരെ എൻ്റെ ആശമാരെന്ന് ആരോഗ്യമന്ത്രി പറയുന്നിടത്ത് ഒരു അലിവുണ്ട്, ഒരു മനസ്സലിവുണ്ട്, നമുക്കത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ അത് ആ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ കേട്ട പറച്ചിൽ പോലും അങ്ങനെയല്ല. എന്തിനാണ് ഇങ്ങനെ ഈ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്? അത് എന്നോട് ചോദിച്ചല്ലോ, എന്തിനാണ് ഈ മഴയത്തും വെയിലത്തും ഈ പാവങ്ങളെ സമരത്തിനായി നിർബന്ധിച്ച് അവിടെ നിർത്തിയിരിക്കുന്നത്? വാസ്തവത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീകളെ കേരളം അവരോട് ഏറ്റവും കൂടുതൽ ആദരവ് പുലർത്തുന്ന എല്ലാ മനുഷ്യസമൂഹവും അവരോട് വളരെ സ്നേഹമുള്ളവരാണ്. കാരണം അവർ ചെയ്യുന്ന സേവനം വാക്കുകൾ കൊണ്ട് നമുക്ക് ഒതുക്കാവുന്നതല്ല. പക്ഷേ ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സമരരംഗത്തേക്ക് തള്ളിവിട്ടി വെയിലും മഴയും കൊള്ളിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികളാണ് ശരിക്കും കുറ്റവാളികൾ എന്ന് പറയുന്നത്. ഇവിടെ ഇന്നിപ്പോ സംഭവിച്ചെന്താ? ഇന്നലെ അവര് അവിടെ 2ാം വട്ട ചർച്ചയ്ക്ക് പോയി. ആ ചർച്ച ഒരു പ്രഹസനമായിരുന്നു, നമുക്ക് വളരെ വ്യക്തമായിട്ടില്ല. കാരണം ആരൊക്കെയോ ഈ ചർച്ച പൊളിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിട്ടാണ് ആ ചർച്ച നടന്നുകൊണ്ടത് വളരെ വ്യക്തമായി. ഇവർ സമരത്തിലിറങ്ങിയ ആദ്യഘട്ടത്തിലൊക്കെ വളരെയധികം ജനബന്ധനം ഉണ്ടായിരുന്നു. അപ്പൊ ജനത്തിന് അറിയത്തില്ല അവർക്ക് കിട്ടുന്ന ഓണററിയും അവർക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് ഒന്നും അവർക്ക് പോരാന്നുള്ള നിലപാടിൽ ഒരു മാറ്റം അന്നും ഇന്നുമില്ല. പക്ഷെ സംഭവിച്ചെന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഡൽഹി വെച്ച് പറഞ്ഞതെന്താ? ഈ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് കൂട്ടി തരണമെന്ന് ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണററി നൽകുന്ന കേരള സർക്കാരിനോടാണ് ഇവരുടെ സമരം. തന്നെയുമല്ല, അവരിതൊരു കണക്ക് അവതരിപ്പിച്ചു. 7000 രൂപ ഓണററി കൂടാണ്ട് തന്നെ ഇവരുടെ ഇൻസെന്റീവില് 40% സംസ്ഥാന സർക്കാരുകൾ ഖജനാവിന് കൊടുക്കേണ്ടത്. അതോടെ കൂട്ടി ഏതാണ്ട് 10,000 രൂപകൾ ഇവർക്ക് നൽകുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ്. പക്ഷെ ആ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ട 100 കോടി രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇവരിതൊന്നും കാണാതെ ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്, ഈ ആശാവർക്കർമാരുടെ സമരമാണെന്നുള്ള ഒരു ഫീലിങ്സ് കേരളത്തിൽ ഉണ്ടായെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്തേ, ആശാവർക്കർമാർ 1% പോലും ഇവരോടൊപ്പം ഇല്ല. അതായത് ഇവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതാരാണ്? ഇന്ന് ആരോഗ്യമന്ത്രിയും അത് പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ എന്താ ഒരു സമരം ചെയ്യാത്തത്? സംസ്ഥാനം കൊടുക്കുന്നത് മാത്രം ചോദിക്കുന്നു, ഓണറേറിയം മാത്രം ചോദിക്കുന്നു എന്ന്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തുള്ള ഒരു പൗരന് കിട്ടണം എന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? ഇവരവിടെ പോയി സമരം ചെയ്യണമെന്നാണോ? അല്ല, തീർച്ചയായിട്ടും, എന്താ സംശയം? പക്ഷെ കൊടുക്കേണ്ടവർ കൊടുത്തില്ല, പിന്നെ എന്ത് ചെയ്യും? പലതവണ നിവേദനം നൽകിയും വേണ്ട. എന്തിനധികം ഇവരുടെ സമരപന്തലിൽ വന്ന് സമരത്തിനോട് ഐക്യദാർഢ്യം കാണിച്ച, നാടകം കളിച്ച സുരേഷ് ഗോപി അവരോട് പറഞ്ഞ വാക്കെന്താ? ഞാൻ കേന്ദ്രത്തിൽ പോയി ഡൽഹിയിലെത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നാ പറഞ്ഞേ. അദ്ദേഹം പോയി കണ്ടു എന്ന് അദ്ദേഹം പിന്നീട് അവകാശപ്പെട്ടു. ഒരു ചിത്രവും വെളി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് കേന്ദ്ര സർക്കാരിന് പണം നൽകണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ടെന്നുള്ളവരും. അപ്പൊ സ്പഷ്ടമായില്ലേ കേന്ദ്ര സർക്കാരിന്റെ ഉദാസീനത എന്നുള്ളവരും. പിന്നെ കേന്ദ്രമന്ത്രി നദ്ദ ഈ പാർലമെന്റിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ, കേരള സർക്കാർ കൊടുക്കാനുള്ള പൈസ കൊടുത്തുന്നുള്ളവരും. അതിലിപ്പോ അവകാശം എങ്ങനെ നോട്ടീസ് കൊടുത്തിരിക്കുക? അത് കളവാണെന്നുള്ളവരെ നിയമസഭയിൽ ഡോക്യുമെന്റ് സഹിതം നമ്മുടെ ആരോഗ്യമന്ത്രി പ്ലേസ് ചെയ്തതാണ്, മേശപ്പുറത്ത് വെച്ചതാണ്. പ്രതിപക്ഷത്തിന് ഒരു അക്ഷരം പോലും ഇടാൻ പറ്റുമോ? സംസാരിച്ച് ഇന്ന് ഡൽഹിയിൽ പോയിട്ട് ഇത് മുഴുവൻ രാഷ്ട്രീയമാണെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ഉദാസീനത അങ്ങ് കാണുന്നില്ലേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ അതാണ്. ആ ചോദ്യമാണ് നിങ്ങൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ സമരത്തിലിറങ്ങിയ BJP കോൺഗ്രസും ഈ വക കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല? അപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴത്തേക്കും അവർ ഏറ്റവും കൂടുതൽ ആയുധമാക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കുറ്റകരമായ വസ്തുത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SUC എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു അരാഷ്ട്രീയ സംഘടന, അതിന്റെ ഫൗണ്ടറുടെ ലൈഫ് സ്റ്റോറി വായിച്ചു നോക്കണം, അയാളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു സംഘടനയും ആം ആദ്മി പോലുള്ള സംഘടനയും അജ്ഞാതരായ കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഈ പാവങ്ങൾ തെരുവിലിറക്കുന്നത് വസ്തുതാപരമായ സത്യമാണ് ഈ പറയുന്നത്. അത് എന്തുകൊണ്ട് ഇവര് തിരിച്ചറിയുന്നില്ല? ഇപ്പൊ ഇന്നലെ തന്നെ ഉണ്ടായ സംഭവം എന്താണ്? 17,000 ആശാവർക്കർമാരിൽ 16,400 ആശാവർക്കർമാരും ആ ട്രെയിനിങ് പങ്കെടുത്തു. കാരണം അവർക്ക് തിരിച്ചറിവുണ്ട്. ഇനി ഏറ്റവും ഒരു കൗതുകം തന്നെ, ഈ സമരത്തിന് BJPയും കോൺഗ്രസും സംയുക്തമായി സ്പോൺസർ ചെയ്ത സമരത്തിന്
ഈ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന INTUC ഇതുവരെ സഹകരിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ സഹകരിക്കാത്ത? അവർക്ക് വസ്തുത അറിയാം, ജനങ്ങളുടെ മുമ്പിൽ നാണം കിടന്നറിയാം. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എല്ലാ ചർച്ചകളിലും ഇവരെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്, നമുക്കത് മനസ്സിലാക്കി എടുത്താം. പക്ഷെ ഈ വസ്തുതകൾ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കോൺഗ്രസും BJP-യുടെ കൂടി സ്പോൺസർ ചെയ്തുകൊണ്ട് ഇവരെ തെരുവിലിറക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പൊറുക്കത്തില്ല കാര്യത്തിൽ. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ നദ്ദ എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവരുടെ കാര്യങ്ങൾ ആലോചിക്കും, ഞങ്ങൾ പരിഗണിക്കുന്നൊക്കെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പറഞ്ഞില്ലേ? അതെ, ഇന്നലെ എന്താ പറഞ്ഞത്? അത് പരിഗണനയെ പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടാണ് അതിനെതിരെ ശബ്ദം ഉയർത്തുന്നത്? ഇനി ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ CITUവിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് ആവശ്യമുണ്ട്. അവിടെ ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ സമരം ജന്തർ മന്ദിർ നടത്തിയത് ഇവരെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 6 തവണ കേരളത്തിലെ MP-മാര് ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നു. ഇവരുടെ ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ നൽകുന്ന പണം കേരളത്തിൽ മാത്രമേ പണം നൽകാതെയുള്ളൂ? എന്തുകൊണ്ട് പിടിച്ചു വെക്കുന്നു? അപ്പൊ കേരളത്തിനോട് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നീച പ്രവർത്തികൾക്ക് ഈ പാവങ്ങളെ എന്തിനാണ് ബലിയാടാക്കുന്നത്? അതാണ് പാവങ്ങളെ എങ്ങനെ ബലിയാടാക്കാൻ എന്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടരെന്ന് പറയുമ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് ഇവരെ തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കാത്ത പോകുന്നു എന്തുകൊണ്ടെന്നുള്ളതാണ്. ഈ എൻ്റെ ആശമാരെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് അതിന് പോലും സാധിക്കാത്ത എന്താണ്? നേരത്തെ അങ്ങ് പറഞ്ഞു ഇന്നലെ നടന്ന ചർച്ച തന്നെ പ്രഹസനമായിരുന്നു എന്ന്. സംസ്ഥാന ആരോഗ്യമന്ത്രി നടത്തുന്ന ചർച്ച എങ്ങനെയാണ് പ്രഹസനമാകുന്നത് എന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി സതി, ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രി പറയുന്ന അല്ലെങ്കിൽ ഈ സമരത്തിനെതിരെ സംസാരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിനുകൂടി ഞാൻ സതിയിൽ നിന്ന് മറുപടി തേടുകയാണ്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നുള്ള ആവശ്യം, മുദ്രാവാക്യം നിങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നില്ല? മറ്റൊന്ന്, ഇൻസെന്റീവിനെ ചൊല്ലിയുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന ഓണറേറിയത്തെ പറ്റി മാത്രം നിങ്ങൾ പറയുന്നു എന്ത്? അതിലാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ? ഇല്ല മാഡം, ഞങ്ങളിതെല്ലാം പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പറയുന്നു, പെൻഷൻ 62 വയസ്സ് വിരമിക്കുമ്പോൾ ഞങ്ങൾ പെൻഷൻ 5 ലക്ഷം രൂപ അനുവദിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഓണറേറിയം നമുക്ക് വർദ്ധിപ്പിക്കുക. നമ്മുടെ ഓണറേറിയം നമ്മൾ ഈ സംസ്ഥാനത്തിന് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്, അപ്പോഴത്തേക്ക് നമുക്ക് സംസ്ഥാന സർക്കാരല്ലേ ഓണറേറിയം വർദ്ധിപ്പിച്ച് തരാനുള്ളത്. അതപ്പോൾ അവരുടെ കടമയല്ലേ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ളത്. 62 വയസ്സിൽ വിരമിക്കുമ്പോൾ ഒരു പെൻഷനായിട്ട് 5 ലക്ഷം രൂപ തരിക, പെൻഷൻ അനുവദിക്കുക, അതൊക്കെ നമ്മുടെ ഡിമാൻഡിലുള്ളത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ എന്താ പറയുന്നുണ്ട് ഗവൺമെൻറ് പറയുന്നത്? എന്താ, അവരുടെ ഫണ്ടില്ല. അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഫണ്ടുണ്ട്. സാധാരണ അടിത്തട്ടിൽ കഴിയുന്ന പാവങ്ങളായ ഞങ്ങൾ ആശാ വർക്കർക്ക് മാത്രമാണോ അവർക്ക് ഫണ്ടില്ലാത്തത്? അത് നമ്മൾ ആശമാരായതുകൊണ്ടുള്ള ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ 39ാം ദിവസവും നമ്മളവിടെ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വളരെയേറെ കഷ്ടത്തിലാണ് മാഡം. കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഓരോ ആശമാരെക്കുറിച്ച് അവരിത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പക്ഷേ ഇങ്ങനെ പറയില്ല. ഞങ്ങളുടെ ആശമാരെക്കുറിച്ച് ഞങ്ങളുടെ ഓരോ വീടുകളിൽ കയറി അന്വേഷിക്കണം. ഞങ്ങളുടെ വീടുകളുടെ അവസ്ഥകൾ, കാര്യങ്ങൾ, ഞങ്ങൾ പഠിക്കുന്ന മക്കളുണ്ട്, കഷ്ടപ്പെടുന്ന കിടപ്പ് രോഗികളായ അച്ഛനമ്മമാരുള്ള കുടുംബങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. വിധവകളായ എത്രയോ സഹോദരിമാരുണ്ടെന്നറിയാമോ? രോഗത്താൽ വലയുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഇതിൽ അവരുടെ കുടുംബങ്ങളിലെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മിക്ക ദിവസവും ഹസ്ബൻഡിന് ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. 2-3 പേരുണ്ട്, ഒരാൾ മാത്രമല്ല 2-3 പേരുണ്ട്. ഈ ശമ്പളത്തിൽ നിന്നാണ്, ഈ 7000 രൂപയിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് പോകുന്നത്. എന്നാൽ അത് കൃത്യമായി കിട്ടുന്നില്ല. ഈ കൃത്യമായി കിട്ടാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ മഴയത്തും വെയിലത്തും ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ അത് കൃത്യമായി കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ വരില്ല. പക്ഷേ ഈ സമരത്തിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒന്ന് ചിന്തിച്ചത് 332 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ഇത്രയും കാലം പക്ഷേ അത് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ ചിലവഴിച്ചിട്ട് ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ 62 വയസ്സാകുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം തന്നെ ഒരു ഭരണപക്ഷത്തിലിരിക്കുന്നവരുടെ അവർക്കൊരു സെക്രട്ടറി ഉണ്ടായി, പ്രൈവറ്റ് സെക്രട്ടറി, അവരുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അവർ 2 വർഷമൊക്കെ ജോലി ചെയ്ത് അവർക്ക് പെൻഷനില്ലേ? അപ്പം നമ്മൾ ചോദിക്കുന്നത് തെറ്റായ ഒരു കാര്യമല്ല, ഇല്ലാത്ത ഈ ലോകത്ത് നടക്കാത്ത കാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ അത് എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇല്ല എന്നറിയാം. കാരണം തുച്ഛമായ തുകയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഈ തുച്ഛമായ തുക പോലും സമയത്തിന് കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഗവൺമെൻറ് തന്നെയാണ് ഞങ്ങളെ ഇതിലോട്ട് വലിച്ചഴിച്ചത്. അല്ലാതെ നമ്മൾ സ്വയം വന്നിരുന്നതല്ല. അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വരാനായിട്ടുള്ള ഒരു ഇത് ഗവൺമെൻറ്, ഇപ്പോഴത്തെ നമ്മളെ ഭരണപക്ഷ സർക്കാർ തന്നെയാണ് ഞങ്ങളെ ഈ ആശമാരെ അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നത്. അല്ലാതെ ഞങ്ങൾ ആരെയും പരം ആശമാരിൽ 400 പേര് മാത്രമാണ് സമരത്തിനിറങ്ങുന്നത്. ബാക്കി എല്ലാവർക്കും ഈ ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണ് ആരോഗ്യ
ആരോഗ്യമന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര പേരുടെ പിന്തുണയുണ്ട് നിങ്ങൾക്ക് ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്? ഞങ്ങളെല്ലാ ആശാമാരും സമരത്തിൽ ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള ദൂരോട്ടുള്ളവർക്കാകുമ്പോൾ എന്നും വരാൻ പറ്റത്തില്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ ബസ്സിൻ്റെ ഇതെല്ലാം നോക്കണം. ദൂരോട്ടുള്ള അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ജില്ലയിലുള്ളവർ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ വരാൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ല പോയിട്ട് മറ്റെല്ലാ ജില്ലകളിലും ഓരോ ദിവസമായിട്ടാണ് ഞങ്ങളുടെ ആശാമാരെ ഈ സമര പന്തലിൽ എത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ മാഡം, നമ്മുടെ സാമ്പത്തികവും എല്ലാം നോക്കണ്ടേ. അതുകൊണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉപരോധം പോലെയും രാജ്യസഭ നമ്മൾ നിയമസഭ മാർച്ച് പോലെയുള്ള ദിവസങ്ങളിലാകുമ്പോൾ നമ്മൾ എല്ലാവരും എത്താറുണ്ട്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വന്ന് എത്താൻ പറ്റില്ല. അപ്പോൾ ഓരോ ജില്ലകൾ കണക്കാക്കിയാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നമ്മുടെ ആശാമാരെത്തുന്നുണ്ട്. ശരി, ശ്രീ റെജിലിക്കോസ്, ഇതാ അവരുടെ അതായത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടിയാണ് അവർ പറയുന്നുണ്ട്. അവരുടെ ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ അങ്ങ് മാതൃഭൂമി ന്യൂസ് മാത്രം കണ്ടാൽ മതിയായിരിക്കാം. ഓരോ ആശമാരും എത്രമാത്രം കഷ്ടപ്പാടും ജീവിത പ്രതിസന്ധികളും അതിജീവിച്ചാണ് മറ്റുള്ളവർക്ക് ആശ്രയമാകുന്ന രീതിയിൽ ഈ ജോലിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. എന്തിനാണ് എപ്പോഴാണ് അതായത് നമുക്കറിയാം കേരളത്തിലൊരു പൊതു സാമൂഹിക അവസ്ഥയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ആശാപ്രവർത്തകർ ഇങ്ങനെ സമരം ഇരിക്കേണ്ടി വരുന്നു. ഇപ്പോഴത്തെ നിരാഹാര സമരത്തിലേക്ക് അവർ കടക്കുകയാണ്. സമരവുമായി അവർ കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരികയാണ്. കാരണം അവർ ഉന്നയിച്ച ആവശ്യത്തിന് 39ാമത്തെ ദിവസവും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇനിയും അവർ എത്ര ഇരിക്കണം, എന്തു ചെയ്യണം? ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായ സംഭവം കേൾക്കുന്ന ലക്ഷങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഉന്നയിച്ചു, നമ്മൾ രണ്ടുപേരും ഉന്നയിച്ചു ഇൻസെന്റീവിന്റെ കാര്യം. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻസെന്റീവ് കേരളത്തിനോട് നിലവിലുള്ളത് പോലും തരുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം ബഹുമാനപ്പെട്ട സത്യദേവ് ഈ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇൻസെന്റീവിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിനെ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ മനസ്സിലായി. ഞാൻ പങ്കെടുത്ത മിക്കവാറും ചർച്ചകൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ആർക്കും അതിന് മറുപടിയില്ല. പിന്നെ ഈ 10 ലക്ഷം തൊഴിലാളികൾ സതിക്ക് മറുപടി ഉണ്ടെങ്കിൽ സതി അതിൽ മറുപടി പറഞ്ഞു തന്നെ പോട്ടെ. ശ്രീമതി സതി, അദ്ദേഹം ചോദിക്കുന്ന ഇൻസെന്റീവിന്റെ കാര്യമാണ്. ഇന്ന് ആരോഗ്യമന്ത്രി ചോദിച്ചതും അതാണ്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അതിന് കൃത്യമായി മറുപടി അങ്ങ് പറയുകയും ചെയ്തില്ല. പറയൂ, ഇൻസെന്റീവ് കൂട്ടണ്ടേ? മാഡം, ഞങ്ങൾ ഇൻസെൻറ്റീവിൻ്റെ കാര്യം ഞങ്ങൾ കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. അവർ അതനുസരിച്ച് അവർ ചെയ്യാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. ഓണറേറിയം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനോടല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. ഇൻസെൻറ്റീവിൻ്റെ കാര്യം നമ്മൾ കേന്ദ്രത്തോട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരോട് ഇൻസെൻറ്റീവിൻ്റെ കാര്യവും ഓണറേറിയത്തിൻ്റെ കാര്യവും ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട്. അല്ലാതെ ഇൻസെൻറ്റീവിൻ്റെ കാര്യം പറയാതിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും പ്രധാനമാണ് മാഡം, അല്ല ഓണറേറിയം മാത്രമല്ല. ഞങ്ങൾക്ക് രണ്ടും കിട്ടിയേ പറ്റൂ. രണ്ടും ഒരുപോലെ കിട്ടണം. നമുക്ക് ഒരു ദിവസം ഓണറേറിയം കിട്ടിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് ഇൻസെൻറ്റീവ് കിട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞത്, ഞങ്ങളുടെ കൂടെയുള്ള പ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടും ഒത്തു കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലാതെ 1 മാസം കിട്ടി 2-3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഇൻസെൻറ്റീവോ ഓണറേറിയം കിട്ടിയിട്ട് കാര്യം. രണ്ടും കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒത്തു തന്നെ കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇൻസെന്റീവിന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇൻസെന്റീവ് അവർക്ക് ഉറപ്പാക്കണം, അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ്, അല്ലേ? അല്ല, അതായത് ഇപ്പൊ പ്രിയപ്പെട്ട സതീദേവി പറഞ്ഞതിനകത്ത് പകൽ പോലെ വെളിച്ചമല്ല. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് കൂട്ടിത്തരുന്നില്ല? എന്തുകൊണ്ട് JP നഡ്ഡ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് കൂട്ടിക്കൊടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ? അല്ല, ഞാനിത് പുറത്തിരിക്കട്ടെ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ സുരേഷ് ഗോപിക്ക് അത് അവസാനം നിവൃത്തിയില്ലാതെ പറയേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായേ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇതിനെ കുറിച്ച് ഒരു പരാതിയില്ല. അവർ കൂട്ടുതരാന്ന് പറയും. എന്ന് കിട്ടും? അപ്പൊ കേരള സർക്കാരിനെതിരെയാണ് ഈ അജണ്ട. അപ്പൊ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ ഇതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢസംഘം ഒന്നുമല്ല. അത് BJPയും കോൺഗ്രസും തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അവര് സ്പോൺസർ ചെയ്യുന്ന ഒരു സമരമാണിത്. ഞാൻ ചോദിക്കട്ടെ, അവരോട് മുഖത്ത് നോക്കി ചോദിക്കാത്തതുകൊണ്ടാ 3 തവണ സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ ഇൻസെന്റീവ് കൂട്ടിത്തരുന്നില്ല? എന്തുകൊണ്ട് നിലവിലുള്ള ഇൻസെന്റീവ് കുടിശ്ശിക തീർക്കുന്നില്ല? ഇവരെന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ഇവരോടുള്ള സിമ്പതി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവരുടെ കൂടെ ഇപ്പൊ സമരത്തിലിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് കുറച്ച് ആശാവർക്കന്മാർ. ബാക്കിയല്ല ഈ ആവശ്യങ്ങൾ ന്യായമാണെന്ന് കരുതുന്നില്ലേ? കേട്ടില്ല. സമരത്തിന് പിന്നിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അല്ലാതെ അവരുദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ അന്യായമാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞില്ല. കേന്ദ്രം ചെയ്യുന്നില്ലല്ലോ, കേന്ദ്രത്തിനെതിരെ പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കേന്ദ്രം ചെയ്യുന്നില്ലെങ്കിൽ അതേ സമീപനം തന്നെയാണോ കേരളവും സ്വീകരിക്കേണ്ടത്?
അതെന്തൊരു കമ്പാരിസൺ ആണ്? കേന്ദ്ര സർക്കാർ അവർക്ക് 7 മടങ്ങ് അങ്ങ് കൂട്ടിക്കൊടുത്തില്ല. പറയുന്നു കേന്ദ്രത്തോട് ഇൻസെന്റീവ് കൂട്ടി ചോദിക്കുന്നില്ല, കേരളത്തോട് മാത്രം ഓണറേറിയം കൂട്ടി ചോദിച്ചു എന്ന്. കേരളത്തോട് ചോദിച്ചിട്ടും കേരളം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം മുൻപിലുണ്ട്, അതാണ് ചോദിക്കുന്നത്. അല്ല, അതിന് മറുപടി പറയട്ടെ. അതായത് ഇവര് പോലും ആവശ്യപ്പെടാറുണ്ട്. 2016 ഇവർക്ക് കിട്ടിയിരുന്ന 1000-ൽ നിന്നും 7000 രൂപ വർദ്ധിപ്പിച്ചത് കേരള സർക്കാർ കൊടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരള സർക്കാരില്ലേ? അപ്പോൾ ഇവരെ അത് കൂടാതെ തന്നെ ഈ ഇൻസെന്റീവിന്റെ 40% കൂടി ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻസെന്റീവിന്റെ 40% കൊടുക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്തിൽ കൊടുക്കുന്നില്ല. 3000 രൂപ അവർക്ക് ആകെപ്പാടെ കൈ കിട്ടുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ 60% കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഉത്തരഖണ്ഡിയിൽ കൊടുക്കുന്ന കൃത്യമായ പൈസ കേരളത്തിൽ നൽകുന്നില്ല? ഇപ്പോഴും അവർക്ക് കേന്ദ്ര സർക്കാരിന് ഒരു പരാതിയില്ല. അതാണ് വിചിത്രം എന്ന് പറയുന്നത്. അത് അതിവിചിത്രമാണ്. ഇതിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇത് ഇവരെ സ്പോൺസർ ചെയ്യുന്ന 2 രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കും. ഈ വസ്തുതകളിൽ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമ്പോഴും ഈ അത് ചെല്ലുന്ന കാതുകൾ കേരളത്തിലെ വിവേകമുള്ള മനുഷ്യരുടെ കാതുകളില്ല. ഇവരൊന്നും മനസ്സിലാക്കണം. ഇപ്പൊ ഈ ചർച്ചയിൽ പോയി സതിദേവി നിർബന്ധിതമായിട്ട് പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തരാന്ന് പറഞ്ഞാൽ. നിങ്ങളെ എനിക്ക് ഒറ്റ കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളെ എന്തുകൊണ്ടാണ് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്ത? 10 ലക്ഷം വരുന്ന ഗ്രാമാന്തരങ്ങളിലൂടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നിങ്ങളെ തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നില്ല? അങ്ങനെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് പെൻഷൻ തരേണ്ടവരും, നിങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകേണ്ടവരും. അത് തരാത്ത ക്രൂരത കാണിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശി ഇതെല്ലാം നൽകാൻ തയ്യാറായിരിക്കുന്ന കേരള സർക്കാരിനെതിരെ സമരം നടത്തുന്നതിലെ വൈരുദ്ധ്യം, അതിലെ എന്താ പറയാ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ആ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കേരളം. അങ്ങ് എന്ത് കേരളം മനസ്സിലാക്കി എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കേരളത്തിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഈ അങ്ങ് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇത്രയും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് ലഭ്യമാകുന്നത്, ഇത്രയും തുച്ഛമായ പൈസ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നുള്ള അറിവിൽ അത്രയും ഇവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് കേരള ജനത ഒന്നടങ്കം എത്തുമ്പോഴും സർക്കാർ എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായി ശ്രീമതി സതി, ഇന്നിപ്പോൾ നിരാഹാര സമരം ആരംഭിച്ചു. ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? മാഡം, ഒരു കാര്യം ഞാൻ ആ സാറിനോട് തൊഴുത് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരിട്ട് തട്ടിക്കളിക്കുന്ന നിങ്ങളാണ് രാഷ്ട്രീയം കാണിക്കുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. ഞങ്ങൾ അത്രയ്ക്ക് നിവർത്തി കെട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല. പിന്നെ സാർ കണ്ടില്ലേ എന്താ വാർത്തകളിലൊന്നും കേന്ദ്രമന്ത്രി വന്നപ്പോൾ ഞങ്ങളത് ആവശ്യപ്പെട്ട കാര്യമാണ് ഇൻസെൻറ്റീവ് കൂട്ടിത്തരണം. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇതിലുമായിട്ട് കേരളത്തിലോട്ട് സംസ്ഥാനത്തിലോട്ട് അയക്കണം. ഞങ്ങൾക്ക് നേരിട്ട് ഇൻസെൻറ്റീവ് തരണമെന്ന് പറയുന്ന കാര്യം വരെ ഞങ്ങൾ പറഞ്ഞു. സാറിന് ആ വീഡിയോകളും ചാനലും കണ്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് നിരാഹാര സമരത്തിലോട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ നമുക്ക് അനുവദിച്ച് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഈ സമരത്തിന് നിരാഹാരത്തിൽ ഇന്ന് മുതൽ തുടങ്ങിയത്. ഈ സമരം തുടർന്നു കൊണ്ടുപോകാൻ തന്നെ മാഡം തീരുമാനിച്ചിട്ട്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ആശമാരെല്ലാം. കാരണം ഇന്നലെ വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങളെ ആരോഗ്യമന്ത്രി ഞങ്ങളോട് ഒരു കരുണ കാണിക്കും, ഞങ്ങളെ വന്ന് കാണും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും പറഞ്ഞ രാഷ്ട്രീയം കളി. എന്ത് രാഷ്ട്രീയമാണ് മാഡം അവിടെ കളിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം. പക്ഷേ പിന്നും ഈ ഭരണപക്ഷം നമ്മൾ രാഷ്ട്രീയം കളിക്കുന്നു. കോൺഗ്രസ്, BJP അങ്ങനെയായിട്ട് നമ്മൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് 3 പാർട്ടിക്കാരും ഞങ്ങളുടെ ഇതിനകത്തുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് സാറേ ഈ സമരത്തിന് വന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്ന 7000 രൂപ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനല്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ അച്ഛനെയും അമ്മമാരെയും എല്ലാവരെയും ജീവിതങ്ങൾ പോറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഈ സമരത്തിൽ. പറ്റാത്തതുകൊണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനല്ല. സാർ അതൊന്നും മനസ്സിലാക്കി. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം കളിക്കുന്നില്ല. തിരുത്തുകൂടി വരുത്തിയിട്ട് ഞാൻ പറയാം, കേരളമല്ല ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് സിക്കിമാണ്. അതിന്മേൽ ആരോഗ്യമന്ത്രി തന്നെ തെറ്റായ പ്രചാരണമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അത് പാർലമെന്റിൽ വീണ്ടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. 10000 രൂപയാണ് പ്രതിമാസം സിക്കിം നൽകുന്ന ഓണറേറിയം. പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന BJPക്കും RSSും അല്ലെങ്കിൽ കോൺഗ്രസും നിസ്സാര കാര്യത്തിൽ പോലും കേരളത്തിലെ തെരുവിലിറങ്ങി സമര നാടകം നടത്തുന്ന ഈ 2 രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരിടത്ത് പോലും ഒരു ചെറിയ സമരം പോലും നടത്താതെ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ ഇന്നലത്തെ കീർവാണം കേട്ടപ്പം കേരളം ചിരിച്ചുപോയി. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കോവിഡ് കാലം മുതലിങ്ങോട്ട് കേരളത്തിന്റെ തെരുവിൽ ജനങ്ങളുടെ ജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള സമര നാടകങ്ങൾ നടത്തുന്നുണ്ട്. ഇവരെന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരിടത്ത് പോലും
ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം നടത്താത്ത അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? വീണ്ടും അത് നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയുമെന്നുള്ള കാര്യം മറ്റൊരിടത്ത് നിൽക്കുന്നു. ഇനി അത് പറഞ്ഞാൽ പിന്നെ അവരാണ് ഇതിന് പിറകിലെന്ന് പറയുകയും ചെയ്യാമല്ലോ. എന്തായാലും ഇവരുടെ ശ്രീമതി സതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിജീവനത്തിനായിട്ടുള്ള സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കാനാണ് 7000 രൂപ എന്നതിൽ നിന്ന് ഉയർത്തണമെന്ന് അവർ പറയുന്നവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സർക്കാർ കേട്ടേ മതിയാകൂ എന്നുള്ളതാണ്. എന്തായാലും നിരാഹാര സമരവുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി എങ്ങനെ സർക്കാർ ഇടപെടുമെന്നുള്ളതാണ്. മന്ത്രിക്ക് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമോ മറ്റെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഭക്തി വിശ്വാസത്തോടു കൂടി തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം.